ഇത് സിൽവറിലാണ് കേട്ടോ. രസല്ലേ കാണാൻ. പറഞ്ഞപ്പോ ഞാൻ അയ്യോ എന്നെ കൊണ്ട് ടെസ്റ്റ് മോളിൽ എടുക്കാതെ ഞാൻ എന്താ ചെയ്യണ്ടേ മറ്റേതിനേക്കാൾ ഇഷ്ടായ മറ്റേതെല്ലാവരും ഉള്ള ഒരു ടൈപ്പ് പറഞ്ഞാൽ അത് സ്കൂളിൽ മഴ പെയ്താ പകലൊന്നും മഴ പെയ്തില്ല. അപ്പൊ ഞാൻ ഈ വഴിയിലുള്ള ഒരു ഇതെല്ലാവർക്കും അറിയാം. ഞങ്ങൾ റീൽസ് ഓളികളാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദാദിയുടെ പുതിയ യൂണിഫോമാ. ഇപ്പൊ ജൂലൈയിലാണ് കിട്ടിയേക്കുന്ന ആൾക്ക്. കണ്ട കോട്ടൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞ ഇത്തിരി വലുതാല്ലേ. അമ്മ വീട്ടിൽ പോയപ്പോ പഴംപൊരി തന്നയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിക്കാണ്. ഞങ്ങളിന്ന് ചാലക്കുടി വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാ ഒരു ആയുർവേദ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു കാര്യത്തിനായിട്ട് അഭിച്ചേന്റെ അമ്മേനെയും കൊണ്ട് പോയതാ. ഞാൻ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ എനിക്ക് ഡയമണ്ടിന്റെ ആ ഷോപ്പിൽ പോകുന്നൊന്നും ഞാൻ കരുതിയില്ല. അവിടെ എത്തിയിട്ട് ഫോട്ടോസ് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തൂല്ല. അങ്ങനെ ആമിയുടെ കമ്മല് ചേഞ്ച് ചെയ്യാൻ പോയതാ. ചാലക്കുടിയിലുള്ള സ്വാ ഡയമണ്ട്സിലൊക്കെയാണ് പോയിണ്ടായിരുന്നത്. അപ്പൊ അവിടെ സിൽവർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് കളക്ഷനുകളുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരു വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും കളക്ഷൻ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതുപോലെ ആമമോതിരം ഉണ്ടല്ലോ, അപ്പൊ ഇത് ട്രെൻഡിങ് ആണല്ലോ. അപ്പൊ ഞാൻ ചേട്ടൻ കുറെ നാളെ മേടിക്കണമെന്ന് വിചാരിക്കുന്നേ. ഞാൻ ആമമോതിരം മേടിച്ചു. അവിടുന്ന് ഞാനൊരു കമ്മല് മേടിച്ചു കേട്ടോ. കണ്ട നല്ല ക്യൂട്ടായിട്ടില്ലേ. എനിക്ക് എന്റെ സെക്കൻഡ് സ്റ്റഡിന്റെ കൂടെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല ഇങ്ങനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. സിമ്പിളാണ്. സാധാരണ ഞാൻ വലിയ കമ്മല് ഇടാൻ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറികളാണ് ഇഷ്ടം. ഞാൻ ഇങ്ങനത്തെ ഒരു സ്വർണത്തിന്റെ മേടിക്കണം എന്നൊക്കെ കരുതിയിട്ട് ഇരിക്കായിരുന്നു. പക്ഷെ ഇത് സിൽവറിലാണ് കേട്ടോ. പക്ഷെ രസല്ലേ കാണാൻ. ഭംഗിയിലാണ് കാണാൻ. ഞാൻ മോതിരൊക്കെ കാണിച്ചല്ലോ. അപ്പൊ ഞാൻ ആമിക്ക് ഓൾറെഡി ഒരു കമ്മൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇത് പൊട്ടിപ്പോന്നിട്ട് വീണ്ടും ഒരുപാട് ശരിയാക്കി. അത് വീണ്ടും റിസ്ക് ആണ് അത് ശരിയാക്കി കൊണ്ട് നടക്കുന്നത്. അപ്പൊ പിന്നെ മാറ്റാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ പുതിയൊരു ബോ ടൈപ്പുള്ള ഒരു കമ്മലാണ് കേട്ടോ മേടിച്ചായിരുന്നു. ഞാൻ അവള് വരാറാകുമ്പോൾ ഞാൻ കാണിച്ചു തരേ. അപ്പൊ എന്തായാലും അവൾക്ക് അത് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് നമുക്ക് കാണാം. എങ്ങനെ ഇന്നത്തെ വൈകുന്നേരം പോകുന്നതെന്ന്. 1-2 റീൽസ് ഒക്കെ എടുക്കണം. ഇതിൽ കുറെ നാളായിട്ട് ഷോർട്സ് ഒക്കെ ഭയങ്കര ഷോർട്ടായിട്ടിരിക്കുക. അതന്നെ. അപ്പോൾ കുറച്ചൊന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നപ്പോഴേ വീഡിയോസ് എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ വീഡിയോസ് എടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെയാന്ന് കാണാം. അപ്പൊ ഇന്ന് സ്നാക്സ് ഒന്നുമില്ല. പഴംപൊരി ഉണ്ട്. പിന്നെ ഇവരെന്തെങ്കിലും മിച്ചർ അതൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ പാല് ചൂടാക്കണം. എന്നാൽ അതുള്ള പഴമൊന്നും ഇരിക്കുന്നില്ല. പിന്നെ അതിനെ ട്യൂഷൻ എവിടെ പഴം പഴംപൊരി പഴമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. യൂണിഫോം ആക്കണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇത് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഇട്ടതാ. പക്ഷെ രസമില്ലേ അല്ലേ. പക്ഷെ ഇതെനിക്ക് എൻ്റെ ഉള്ള ഒരു ബ്രേസ്ലെറ്റിന്റെ സെയിം ഒരു പാറ്റേണും വെയിറ്റ് ഒക്കെ. അതുകൊണ്ട് എനിക്കത് പുതിയിട്ട ഒരു ഫീൽ ഒന്നുമില്ല. പക്ഷെ രസമുണ്ട്. അപ്പൊ നമുക്ക് കാപ്പി ഉണ്ടാക്കാം. സാധാരണ പാല കൊടുക്കാറ്. കാപ്പി കുടിക്കാൻ തോന്നുന്നു. ആദ്യം ചായ ഉണ്ടോന്ന് ചോദിച്ചേ. പിന്നെ കാപ്പി ഉണ്ടാക്കാം. പാലിരിക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാട്ടോ. ഇന്നലെ ചൂടാൻ മേടിച്ചതാ. പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയില്ലേ. ഇന്നലെ അച്ഛനൊന്നും നൈറ്റ് ഫുഡ് ഇപ്പം ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അധികം ഫുഡ് കഴിക്കുന്നില്ല. ഭയങ്കര ഇരിക്കുന്നുണ്ട് അല്ല. അപ്പൊ നമുക്കിന്ന് ചപ്പാത്തിയാണ് ഡിന്നർ കേട്ടോ. ഇന്ന് തന്നെ ഒരു സാധാരണ ദിവസമാണ്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഡാൻസ് ക്ലാസ് ഇല്ലാത്തൊരു ഈവനിങ് ആണ് കേട്ടോ. ആമിക്കും ക്ലാസ് ഇല്ല. ആമിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്. ഡാൻസ് ക്ലാസ് ആണ്, സാധാരണ ക്ലാസ് അല്ല. അപ്പൊ ഡാൻസ് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. നോർമലി അല്ല, ഈവനിങ്ങും ഇങ്ങനെയല്ല.
പഴനി പോയ വ്ളോഗൊക്കെ കണ്ടോ? അന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ. നല്ലൊരു യാത്രയായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടും കൂടി എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നാളെ അപ്ലോഡ് ചെയ്യണം. ഞങ്ങൾ റിട്ടേൺ പോകുന്ന ദിവസത്തെ, അപ്പൊ അതും കൂടി എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കണ്ടോളൂ. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാ. എന്താണെന്നറിയോ, ഞാൻ ഇത് പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇന്ന് ഈ കമ്മല് കിട്ടുന്നൊക്കെ. ഇതിപ്പോ സ്വർണ്ണ കമ്മലൊന്നും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമല്ലേ എനിക്ക്? നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഗിഫ്റ്റുകൾ കിട്ടുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ. പിന്നെ ടെസ്റ്റിമോണിയൽ ഉണ്ടല്ലോ, നമ്മളെ റിവ്യൂ പോലെ, അതെടുക്കാൻ പറഞ്ഞു കേട്ടാ. അത് അപ്സയുടെ ഫ്രണ്ടാണ്, ക്രിസ്റ്റോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ ആദ്യം അയ്യോ എന്നെ കൊണ്ട് ടെസ്റ്റിമോണിയൽ എടുക്കാതെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഞാൻ ചോദിച്ചു. എന്താണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തു. ഞാൻ സാധാരണ എനിക്ക് ബബ്ബ വരാറുണ്ട്. വലിയ ബബ്ബകൾ ഇല്ലാണ്ട് ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ചു എന്നാണ് വിശ്വസിക്കണേ. ഇന്ന് വീഡിയോ വരുമ്പോ കാണാം. ആമി വന്നു കയ്യില് പുതിയ വെട്ടി നല്ല ക്യൂട്ടായിട്ടുള്ള എനിക്ക് നല്ല ഇഷ്ടമായി. ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് വേറെ നമുക്ക് സൈൻ ചെയ്യാം. പെട്രോൾ ഡീസൽ ഭംഗിയിലാണ്. മറ്റേതിനേക്കാൾ ഇഷ്ടായ മറ്റേത് എല്ലാവരും ഉള്ള ഒരു ടൈപ്പ് പറഞ്ഞാൽ അത് രസം ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടോക്കി സ്വർണ്ണല്ല. ഞാൻ ഞങ്ങളുടെ ആമ മോതിരം കൂടി കാണിച്ചിരുന്നു. നീ കമ്മലിട്ട് നോക്കട്ടാ. ഞങ്ങൾ ആമ മോതിരം മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പേര് നല്ലതാന്ന് അങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. അതില്ല എന്ന് പറഞ്ഞാൽ കള്ളായിരിക്കും. ഭാഗ്യം വരും. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോ ഭാഗ്യമില്ലാണ്ട് നടക്കില്ലല്ലോ, എനിക്ക് ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും ഭാഗ്യം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചിട്ടതാണ് കേട്ടോ ഗുരുവായൂർ പോയപ്പോ. അപ്പൊ ഭാഗ്യം കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞൂടെ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ മാക്സിമം ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കളറ് പോയി. അപ്പൊ അവിടെ നിന്ന് മേടിച്ചതാ. കണ്ടോ, നല്ല രസമില്ലേ കാണാൻ? മോളിൽ തബ്ജണ്ട്, താഴത്തെ ഇതൊരു കുഞ്ഞൊരു മൂക്കുത്തി അവിടെ കണ്ടപ്പോ ജസ്റ്റ് ബ്ലാക്ക് മേടിച്ചതാ. ഇത് ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയതാ. ഞാൻ പറഞ്ഞു വേണ്ട, പിന്നെ വരുമ്പോ മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനിത് മേടിക്കുന്ന വിചാരിച്ചതല്ല. ഞാനപ്പോ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചതാ. പക്ഷെ ഇവിടെ കാറിൽ കയറി സാധനം നോക്കിയപ്പോ കമ്മലിരിക്കുന്നു അതില്. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് കമ്മല് വേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇത് ഇട്ടപ്പോ എന്റെ ഈ കമ്മലിന്റെ കൂടെ നല്ല രസമായി പോകുന്നുണ്ട് അല്ലേ. ഈ സ്റ്റഡ്, സെക്കൻഡ് സ്റ്റഡിന്റെ കൂടെ അത് നല്ല രസമായിട്ടുണ്ട് എനിക്ക് തോന്നി. അപ്പൊ ഇതാണ് ആമ മോതിരം. അപ്പൊ അതെന്തോ ചെയ്തിട്ടൊക്കെ വേണം, ഇത് വല്ല ഇടണം അറിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇട്ടിട്ടില്ല. നല്ല സിൽവറിലാവുമ്പോ ചെറിയ സ്റ്റോണിന്റെ വർക്കൊക്കെ വരുന്നുണ്ട്. കണ്ടോ, രസമുണ്ട് കാണാൻ. ഗോ കമ്മല് ഒരു തട്ട് കുറച്ച് കയറ്റി കുത്തിയോണ്ട് കറക്റ്റ് ഉള്ളിയായിട്ട് കിടന്നു. ഞങ്ങളുടെ മണ്ണുത്തിന്ന് മേടിക്കുന്ന പാലാണ് കേട്ടോ. ഇത് ഭയങ്കര ക്രീമിയാ. ഫുൾ ഫാറ്റ് പറയില്ലേ, അതില് നമുക്ക് ഗീയൊക്കെ ഉണ്ടാക്കാൻ ഉള്ളവർക്ക് ഇത് നല്ലോണം നമുക്ക് കിട്ടും. ഇവിടെ പിന്നെ പിള്ളേർക്കല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റാറില്ല കേട്ടോ. നല്ലോണം പാട് വരും. അവിടെ ഫാമിൽ നിന്ന് അവിടുത്തെ പശുക്കളുടെ ആണ് കേട്ടോ. നല്ല പാലാണ്.
സൂക്ഷിക്കേണ്ടത് കൊണ്ട് വെള്ളത്തിന്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തുടച്ചിട്ടിടാം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കാപ്പിപ്പൊടി കട്ടിയാവും. കോഫിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത്തിരി വെള്ളം ഒഴിക്കാം. കേട്ടോ പതഞ്ഞുണ്ട് കേട്ടോ. കണ്ടോ നല്ല പതഞ്ഞ കോഫി കിട്ടും. അങ്ങനെ നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താലേ നല്ല പതഞ്ഞ കോഫി, ക്രീമി കോഫി കിട്ടും. ഇത് എനിക്കറിയുന്നതായിരിക്കും കേട്ടോ. ഞാനിത് ഇവിടെ ഇഷ്ടമാണ്. വലിയ മഗ്ഗില് കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഞാൻ വലിയ മഗ്ഗിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചായയുടെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചായയല്ല കാപ്പിയാണ് കേട്ടോ കുടിച്ചത്. ഇന്ന് പാല് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനും കരുതി എല്ലാ ദിവസവും ഈ പാല് തന്നെയല്ലേ കുടിക്കുന്നതെന്ന് വെച്ചിട്ട് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കോഫി ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. വലിയ കടുപ്പത്തിലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥിരം ഇവർക്ക് ചായയും കാപ്പിയും കൊടുക്കാറില്ല. അങ്ങനെ വല്ലപ്പോഴും മാത്രം കൊടുക്കും. ഇവർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഹോട്ടലുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആമിയൊക്കെ ചായ അല്ലെങ്കിൽ കോഫി പറഞ്ഞു തുടങ്ങി. സാധാരണ അതും പറയാത്തതാണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെ അമ്മ ഉണ്ടാക്കിയ പഴംപൊരി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതായിരുന്നു ഇവിടെ ഇന്നത്തെ ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇങ്ങനെ ടി വി കാണാൻ ഫുൾ ടൈം ഒന്നും സമ്മതിക്കാറില്ല. സ്കൂൾ വിട്ട് വന്നാൽ കുറച്ച് നേരം ഇരുന്ന് കണ്ടോട്ടെ എന്ന് വിചാരിക്കും കേട്ടോ. കാരണം കുറച്ച് ഞാൻ ട്യൂഷന് പിന്നെ പഠിക്കാനൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കാണലും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഇവർ സ്ഥിരം കാണുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അതൊരു ഉപ്പുമുളകും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. എല്ലാ ദിവസത്തെയും കറക്റ്റായിട്ട് കാണും കേട്ടോ. അങ്ങനെ അതെ ഞാനിങ്ങനെ ആസ്വദിച്ച് ചായ കുടിക്കാൻ ഇരിക്കലൊക്കെ കുറവാണ് കേട്ടോ. ഇന്ന് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനില്ലാത്തൊരു ദിവസമായിരുന്നു. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ എൻ്റെ എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ കൊടുക്കുന്ന ഒരു ടൈമാണ്. ഞാൻ ഇവർക്ക് ചായ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റൂമിൽ വന്നിരുന്ന് വോയിസ് ഓവർ കൊടുക്കുക ചെയ്യാറ്. അങ്ങനെ അതെ ഞാനും ആമിയും ആദ്യം കൂടെ ലിവിങ്ങിൽ ഇരുന്ന് ടി വി കണ്ട് ആസ്വദിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കും. വീണ്ടും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ഥിരം ഉപ്പും മുളക്. ആദ്യം ട്യൂഷൻ ഓണാക്കിയിട്ട് വരാം. ടി വി ഓഫ് ചെയ്താ ഞങ്ങളിപ്പോൾ ഇപ്പം നല്ല മഴ പെയ്തു. സ്കൂളിൽ മഴ പെയ്താ? പകലൊന്നും മഴ പെയ്തില്ല. ഈശ്വര, ഞങ്ങളൊന്നും അവിടെ പോണ സമയത്ത് നല്ല മഴ പെയ്തു. ഒരു 9:45 10 മണി സമയത്തൊക്കെ. ഞാൻ പോവാണത്. ഞങ്ങൾ ഒരു വീഡിയോ എടുത്തു. നിറച്ച് വണ്ടിയോളായതുകൊണ്ടേ വീഡിയോ എടുക്കുകയാണ്. പകുതി ആകുമ്പോൾ വണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ട്രൈപോഡ് അവിടെ നിന്ന് മാറ്റും. അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് ലേറ്റായി. ഞങ്ങളെ റോട്ടിൽ നിന്നിട്ടാണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ വേറെ അതിന് വേണ്ടിയിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ റോട്ടിൽ നിന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ഈ വഴിയിലുള്ളൊരു ഇതെല്ലാവർക്കും അറിയാം. ഞങ്ങൾ റീൽസ് ഓളികളാണ്. അങ്ങനെയാണല്ലോ റീൽസ് എടുക്കുന്നവരെ പറയാം. നോക്കട്ടെ.
കുളിക്ക് ചെല്ലു ഞാനോ നാദീന അബ്ചേട്ടനാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നത്. അപ്പം ഞങ്ങളവിടെ ഗോഡൗണിൽ ഡോറ് പുറത്തിറക്കി വെച്ചേക്കുന്നത്, അത് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അബ്ചേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു വരാമല്ലോ, കാരണം അച്ഛനെ വിളിക്കാൻ പോയതാ, പക്ഷെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അബ്ചേട്ടനും കൂടെ അത് എടുത്ത് വെക്കാൻ പോവുകയാണ്. അത് ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ പിള്ളേരെ അടുത്ത് ചപ്പാത്തി ചൂടാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഇനി എങ്ങാനും ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അത് ഭയങ്കര സിമ്പിളായിട്ട് കയറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗോഡൗൺ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഏതൊരു വീഡിയോയിൽ ഷോർട്സിൽ എന്തോ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ അടച്ച് പോവാണ്. അപ്പം ഞാൻ ആദ്യയുടെ അടുത്ത് ഹോംവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അമ്മ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ഹോംവർക്കൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പോയിരുന്നു പഠിച്ചോ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചപ്പാത്തി ചൂടാക്കി വെക്കാൻ പറഞ്ഞത് എങ്ങാനും ഞങ്ങൾ ലേറ്റ് ആയാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആക്റ്റീവ് എമ്മല പോയത്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. എനിക്കിഷ്ടം ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ പോവാൻ കേട്ടോ. അത് എവിടേക്ക് വിളിച്ചാലും ഞാൻ പോവാൻ റെഡി. അപ്പോൾ സൈറ്റിലേക്ക് ആയാലും വിളിച്ചാൽ ഞാൻ പോവും. പക്ഷെ ഇപ്പോൾ പിള്ളേർ ഇപ്പം തന്നെ ആവുന്നതുകൊണ്ടാണ് പല സമയങ്ങളിലും പോകണ്ടെന്ന് വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെ വീട്ടിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ വീട്ടിലാക്കിയിട്ടായാലും പോവാറുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഗോഡൗണ്, UPVCയുടെ ഡോറ്. ഇതവർ ഡെലിവറി ചെയ്തപ്പോൾ പുറത്ത് വെച്ച് പോയി. പുതിയ ലോക്ക UPVCയുടെ അല്ലേ? ഇങ്ങനെയുണ്ട്. കുഞ്ഞ് റൂമാണ് കേട്ടോ. ഇവർ ഫ്രെയിമുകൾ കസ്റ്റമേഴ്സിൻ്റെ ഐറ്റംസ് ഇവിടെ വെക്കുന്നത്. നല്ലതല്ലേ? ഗ്ലാസ് ഡോറാണ് കേട്ടോ, UPVC. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളിവിടെ അത്തറ വിൽക്കുന്ന ഒരു ഇക്കുണ്ട് കേട്ടോ. അതെന്നിട്ട് വെച്ചാൽ ആൾ വീടിൻ്റെ സൈഡിൽ തന്നെ ഉള്ളതാണ്. അതെന്ന് വെച്ചാൽ കാറിൽ നമുക്ക് കൊളുത്തിടാനായിട്ട് ചെറിയൊരു ബോട്ടിലാക്കി കിട്ടും. അപ്പോൾ 200-300 രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല സ്മെല്ല്, നമുക്ക് എയർ ഫ്രഷ്നറും കാര്യങ്ങളൊന്നും വെക്കേണ്ട, നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തൂക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് നമുക്ക് നമ്മുടെ ഡ്രസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം. കണ്ടോ, അപ്പോൾ ഇത് പുതിയ മോഡലാണ്, ഞങ്ങളുടെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ, പക്ഷെ അത് കാണാനില്ല പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയത് ഇത് മേടിച്ചു കേട്ടോ. ഈ ബോട്ടിലിന് 100 രൂപയായിട്ട് ഞങ്ങളുടെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അത് ഫില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ ഓരോ സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഇതുള്ളത്, ഫ്ലോറലായിട്ടുള്ളത്, അങ്ങനെ പലതരം ഫ്ലേവറിലുള്ളതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം എന്തോ മേടിച്ച്, എനിക്ക് അതിൻ്റെ ഫ്ലേവറിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതങ്ങനെ ഫില്ല് ചെയ്യുന്നത് കണ്ടോ, നല്ല രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞു ബോട്ടിലേക്ക് ഇതെങ്ങനെ ഫില്ല് ചെയ്ത് നോക്കിയിട്ടിരിക്കും. ഇതൊക്കെ ചില്ല് ബോട്ടിൽസ് ആണ് കേട്ടോ, കുറേ ബോട്ടിൽസ് ഉണ്ട്, ഒക്കെ ചില്ലിൻ്റെയിലാണല്ലോ വെക്കുക. അപ്പോൾ അത് ആളിങ്ങനെ നല്ല സൂക്ഷിച്ച് നിറയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് സ്മെല്ല് നോക്കാൻ കയ്യിലേക്ക് ആക്കി നമ്മുടെ മേൽ നല്ല മണം. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുളിച്ചാലൊന്നും ചില സ്മെല്ലുകളൊന്നും കുളിച്ചാലും പോവില്ല. ഇപ്പോൾ ഡ്രസ്സ് മൂലമൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒറ്റ വാഷ് കഴിഞ്ഞാലും ചെറിയൊരു സ്മെല്ല് അതും ഉണ്ടാവും ചിലതുകൾ കേട്ടോ. അങ്ങനെ എല്ലാത്തിനും അങ്ങനെ തോന്നാറില്ല എനിക്ക്. ഞങ്ങളിങ്ങനെ ഒരു കയ്യിൽ ഒരു സ്മെല്ല് അടിക്കും, അടുത്ത കയ്യിൽ മറ്റേത്, അങ്ങനെ ആകെ മൊത്തം ഒരു സ്മെല്ലായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാ. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആമി ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം മീൻകറിയൊക്കെ ചൂടാക്കി പിന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. എനിക്ക് ചപ്പാത്തി മീൻകറി ഭയങ്കര ഇഷ്ടം, ആമിക്കും ഭയങ്കര ഇഷ്ടം. ആമി 4 ചപ്പാത്തി വരെയൊക്കെ കഴിക്കും മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷെ ആമിയുടെ പല്ലിൻ്റെ കമ്പി ടൈറ്റ് ചെയ്തിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് നല്ല വേദനയുണ്ട്. എന്നാൽ അത് കാണുമ്പോൾ കഴിക്കാണ്ടിരിക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ആമി ബുദ്ധിമുട്ടിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മീൻകറിയൊക്കെ ഞാനിങ്ങനെ പാത്രത്തിലാക്കി വെക്കുക. ഇതിൽ ചോറിട്ട് കുഴച്ച് കഴിക്കണം. ഓ മൈ ഗോഡ്, ഞാൻ ചോറ്
ചോറെല്ലാം ഒഴിച്ച് ചപ്പാത്തി വെച്ച് സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ ഇതിലൊക്കെ ഇരിക്കാൻ നല്ല ടേസ്റ്റാണ്. നാളെ എടുക്കും. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കുക, ഈ ചട്ടിയിലത്തെ മീൻ കറി ചോറൊക്കെ ഇട്ട് കുഴച്ച് കഴിക്കുക, അതുപോലെ മീൻ വറുത്ത ആ പൊടിയിലും ചോറിട്ട് കഴിക്കുക, എനിക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇനി ചോറും കൂടി കഴിച്ചാൽ ഭയങ്കര ഹെവിയാണ്, അതുകൊണ്ട് ഞാനത് കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഞാനൊരു പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ നിന്നു. ഇന്ന് സാധാരണത്തെക്കാളും കുറച്ച് നേരത്തെ പണികളൊക്കെ തീർന്നു. കാരണം പിള്ളേർ ഇന്ന് ചപ്പാത്തിയൊക്കെ ചുട്ട് തന്നു, പിന്നെ അതോടുകൂടെ കൈയോടുകൂടി ഫുഡും കഴിച്ചുല്ലോ. ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവണതിനനുസരിച്ചാണ് നമ്മുടെ പണികൾ മൊത്തത്തിൽ ലേറ്റ് ആവുക. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അനിക്കുട്ടനെ അശ്വതിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങൾ പിള്ളേരുമാക്കി ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഇതവിടെ കിടന്നു, പഠിക്കാൻ വിളിച്ചതാണ് കേട്ടോ അവനെ. അപ്പോൾ പിന്നെ ഇവർ വിളിച്ചപ്പോൾ പിന്നെ പഠിക്കാനൊന്നും നിന്നില്ല. പിന്നെ അവിടെ നിന്ന് ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങിയോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ബാക്കിൽ ചേച്ചിയുടെ അവിടെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്ന് സംസാരിക്കാൻ കേട്ടോ. ഞങ്ങൾ സംസാരിക്കുന്ന ഒരു മീഡിയം ഈ ജനല ത്രൂ ആണ് കേട്ടോ. കുറേ നാളായി ഉണ്ടായിരുന്നു ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട്. അങ്ങനെ ചേച്ചിയുടെ അടുത്തുള്ള വർത്താനവും കത്തിവയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ നോർമൽ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. സാധാരണ ചില ദിവസങ്ങളിൽ ഞാൻ സന്ധ്യാസമയത്ത് കുളിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എനിക്ക് കുളിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് അഭിചേട്ടൻ വരുന്നുണ്ടെങ്കിൽ ഡോർ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മേലൊക്കെ അഴുക്കാവില്ലേ എന്ന് കരുതി ഞാൻ ആ സമയത്ത് കുളിക്കാൻ. പണികളൂടെ കഴിയാനിട്ട് നൈറ്റ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഞാൻ സിറം ഇട്ടു, മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു കേട്ടോ. ഇന്ന് ഞാനിന്ന് അവിടെ നിന്ന് മേടിച്ച മൂക്കുത്തിയാണ്, ഞാൻ ഇട്ട് കാണിച്ചിരുന്നില്ലല്ലോ. ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.